ഈ സമയം 7:57 വിഷ്വൽസാണ്. ഇത്രയും ആളുകൾ ബാക്കി പോയി. അക്ബറും പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ ഭർത്താവും ചേർന്നിട്ടാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത്. അതെന്താ പരിപാടി? പെൻഷൻ വിതരണോ? പെൻഷൻ വിതരണ, സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണ UDFന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലാണ്. ഞാൻ ഒന്നും ചോദിച്ചില്ല. അനക്ക് പരി എത്തിക്കാൻ 25 ഉറുപ്പിക വാങ്ങിയിട്ട് UDFന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നിന്ന് ഇത്രയും ആളുകളെ നിലനിർത്തിയാണ്ട് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ കൊടുത്തോ? 25 ഉറുപ്പിക വാങ്ങിനു, എൻ്റെ ബാങ്ക് 30 ഉറുപ്പിക വാങ്ങിയില്ലേ? ജയിലിയൊപ്പിട്ട് എടുത്തോ? വേണ്ടാന്ന് വീട്ടിൽ എത്തിക്കാനും സർക്കാർ ജിയോ അല്ലേ? സർക്കാരല്ലേ ജിയോ? ഐ ആം ആസ്കിംഗ് ടു ഹിം, നോട്ട് ഓൺ യു. ഓക്കെ, സർക്കാർ ജിയോ എന്താ? സർക്കാർ ജിയോ എന്താ? ഗവൺമെന്റ് ഓർഡർ. ജിയോ മീൻസ് ഗവൺമെന്റ് ഓർഡർ. ക്ഷേമ പെൻഷൻ അങ്ങ് UDF കമ്മിറ്റി ഓഫീസിൽ വന്ന് വാങ്ങിക്കുന്നൊരു രീതി, ഇത് ശരിക്കും ഈ ഒരു UDF സർക്കാർ വന്നതിന് ശേഷം അവരെ നാണം കെടുത്താനുള്ള ഒരു രീതിയായി തന്നെയല്ലേ? മലപ്പുറത്തു നിന്നുള്ളൊരു വീഡിയോ ആണ് നമ്മൾ കണ്ടത്. ശരിക്കും മാം കണ്ടപ്പോൾ എന്താ തോന്നിയത്? മലപ്പുറത്ത് അവരുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ ഒരു വനിതയാണ്, പഞ്ചായത്ത് പ്രസിഡൻറ്റും ഭർത്താവും അവരുടെ പാർട്ടി പ്രവർത്തകരൊക്കെ കൂടി ഇരിക്കുന്നു. ആളുകൾ ക്യൂ നിൽക്കുകയാണ് മോളെ. ക്ഷേമ പെൻഷൻ എന്ന് പറയുകയാണെങ്കിൽ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ശാരീരിക അവശത അനുഭവിക്കുന്ന ആൾക്കാർക്കാണ് കൊടുക്കുന്നത്. അവരെ ക്യൂ നിർത്തി കൊടുക്കുക എന്ന് പറയുന്നത് നമുക്ക് സാക്ഷര കേരളത്തിന് അല്ലെങ്കിൽ ഇത്രയധികം നമ്മൾ പുരോഗമനമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ എന്ന് പറയുന്നത് ആലോചിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഞാൻ ആ വീഡിയോ കണ്ടിട്ട് വളരെ ഷോക്ക്ഡായിപ്പോയി. എനിക്ക് വളരെ അപ്സെറ്റായിട്ട് തോന്നി. ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത കാര്യമാണ്. ക്ഷേമ പെൻഷൻ ബാങ്കിലിട്ട് കൊടുത്താൽ പോരെ? ആർക്ക് വേണമെങ്കിലും ഫോണിൽ കൂടെ അത് വന്നു എന്ന് നോക്കാം, അല്ലെങ്കിൽ അത് എങ്ങനെ അവർക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റാം, അല്ലെങ്കിൽ വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കണം. വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കാനായിട്ട് ചുമതലപ്പെട്ട ആളുകളുണ്ട്. അവർക്കുള്ള ശമ്പളം ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ചിലവർക്ക് പറ്റില്ല, അവർക്ക് സ്മാർട്ട് ഫോൺ ആയിരിക്കില്ല, ബാങ്കിൽ കൂടെ എടുക്കാൻ പറ്റില്ല എന്നുള്ള സാഹചര്യത്തിൽ വീട്ടിൽ കൊണ്ട് കൊടുക്കണം. പണ്ടൊക്കെ മണി ഓർഡർ വരുമായിരുന്നില്ലേ? ഇപ്പോൾ പോസ്റ്റ് ഓഫീസ് തകർന്നിരിക്കുന്ന സാഹചര്യത്തിൽ അവർക്കും ഒരു നല്ല കാര്യമായി പോസ്റ്റ്മാൻമാർക്ക് വീട്ടിൽ കൊണ്ട് കൊടുക്കുക. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ അമ്മാവൻ എല്ലാ മാസവും എൻ്റെ അമ്മൂമ്മയ്ക്ക് 50 രൂപ 100 രൂപയൊക്കെ അയച്ചു കൊടുക്കും. അപ്പോൾ പോസ്റ്റ്മാൻ അവിടെ വന്നിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അമ്മൂമ്മയുടെ കുറച്ച് നേരം കുശലമൊക്കെ അന്വേഷിച്ചിട്ട് അങ്ങനെ നിൽക്കുമ്പോൾ അമ്മൂമ്മ 5 രൂപയോ 2 രൂപയൊക്കെ, അത് വലിയ കാര്യമാട്ടോ, 1 രൂപയൊക്കെ പോസ്റ്റ്മാന് കൊടുത്തു കഴിയുമ്പോഴേ അദ്ദേഹം വളരെ ഭവ്യതയോടെ ഒരു തൊഴിലൊക്കെ കൊടുത്തിട്ട് പോകും. അങ്ങനെ ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ട് കേട്ടോ. ചെങ്ങന്നൂർ CPMൻ്റെ സഖാവ്, CPMകാർക്ക് ഇതൊരു തൊഴിലുറപ്പ് പദ്ധതിയും കൂടിയായിരുന്നു. കാരണം ഒരു 100 പേർക്ക് ഒരു ദിവസം കൊടുക്കുകയാണെങ്കിൽ 200 300 രൂപ കിട്ടുകയാണെങ്കിൽ 3000 അല്ലെങ്കിൽ 2000 രൂപ തൊഴിലുറപ്പായിരുന്നു അവർക്ക് ഈ ക്ഷേമ പെൻഷനുകൾ കൊടുക്കുക എന്നുള്ളത്. അദ്ദേഹം 500ൻ്റെ നോട്ടുകൾ എണ്ണി തിട്ടപ്പെടുത്തി പോക്കറ്റിൽ വയ്ക്കുന്നു. ഓരോ വീടുകളിലും പോയി കൊടുത്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അമ്മയ്ക്ക് അമ്മ എന്ന് പറഞ്ഞാൽ അവർ നിൽക്കുകയാണ്. 100 രൂപ കൊടുക്കുന്നു പോകുന്നില്ല, 200 രൂപ കൊടുക്കുന്നു പോകുന്നില്ല. പിന്നെ അവരൊരു 300ൻ്റെ നോട്ട് കൊടുത്തപ്പോൾ അയാളൊക്കെ ദേഷ്യം ഒരു 500 പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക, അത് മേടിച്ചിട്ട് പോകുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. തൊഴിലുറപ്പായിട്ട് CPM നടത്തിയിരുന്ന പരിപാടി അധികാരത്തിലേറി ആഴ്ചകൾക്കുള്ളിൽ അവരുടെ ഓഫീസിലേക്ക്, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഡിസ്മാൻഡിൽ ചെയ്തിട്ടില്ല. ഇപ്പോഴും ആ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് എന്നുള്ള ബോർഡ് വെച്ചാണ് പ്രവർത്തിക്കുന്നത്. അവിടേക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ വന്ന് ക്യൂ കണ്ടില്ല, ഇവിടെ നിരന്ന് നിൽക്കുകയാണ് ആൾക്കാർ. പുരുഷന്മാരുണ്ട്, സ്ത്രീകളുണ്ട്. ഒരു ചേട്ടൻ്റെ കൂടെ ഒരു ചെറുമകനുണ്ട്, അദ്ദേഹത്തിൻ്റെ ചെറുമകനുണ്ട്. അത്രയും പ്രായമായ ആൾക്കാർ വരെ ക്യൂ വന്ന് നിന്ന് മേടിക്കാനൊരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് മുഖ്യമന്ത്രി സതീശനെ അറിഞ്ഞിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നില്ല. ശ്രീ സതീശൻ്റെ ഓർമ്മയിലേക്ക്, അതായത് അദ്ദേഹം കൂടി മനസ്സിലാക്കുക വേണ്ടിയാണ് പറയുന്നത്. ഇത് എത്രയും വേഗം ഈ കലാപരിപാടി അവസാനിപ്പിക്കണം. ഇങ്ങനെയൊക്കെ ചെയ്തതുകൊണ്ടാണ് വെറും 35 സീറ്റിലേക്ക് CPMന് ഒതുങ്ങേണ്ടി വന്നത്. ദുഷ്ഭരണം നടത്തിയത് കൊണ്ടാണ്. ഇവർ ഈ വന്ന 2 ആഴ്ചയ്ക്കുള്ളിൽ ഇതേ പരിപാടി തന്നെ ആവർത്തിക്കുകയാണെങ്കിൽ, തനിയാവർത്തനമാണ് ജനങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, ചിലപ്പോൾ 5 വർഷം പോലും തികയ്ക്കാനായിട്ട് ജനങ്ങൾ സമ്മതിച്ചില്ല എന്നും വരും. ഇന്നലെ കണ്ട നമ്മൾ വീഡിയോയിൽ കണ്ട, ഇന്നലെ രാത്രിയാണ് ആ വീഡിയോ നമ്മൾ രാത്രി മലപ്പുറത്ത് നിന്ന് കണ്ടിട്ട് ഒരാളെ വീഡിയോ പകർത്തുകയാണ്. അതെ അതെ. അപ്പൊ പകർത്തുന്നതിനെ കുറിച്ചും നമ്മളെ വീഡിയോയിൽ കാണുന്നുണ്ട്, എന്താണ് കാണിക്കുന്നത് എന്നുള്ള മട്ടത്തിൽ പകർത്തുമ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് 25 രൂപ നൽകുന്നത് വീട്ടിൽ കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ അവരെ ഈ UDFന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ മുൻപിൽ ക്യൂ നിർത്തി ഇങ്ങനെ വാങ്ങിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല സർക്കാർ പൈസ നൽകുന്നത്. അപ്പൊ അതിൽ നിന്ന് തന്നെ ഓബ്വിയസ് ആണ് 25 രൂപ പെർ
പെർ പേഴ്സൺ ഈ തൊഴിലുറപ്പ് തൊഴിലാളിക്ക് കിട്ടുന്നുണ്ട്. ഗവൺമെൻറ് കൊടുക്കേണ്ടതാണ്, അല്ലാണ്ട് ഈ മേടിക്കുന്ന ആൾക്കാർ കൊടുക്കേണ്ടതല്ല. അവരെത്ര നേരം ക്യൂവിൽ നിൽക്കണം? കാരണം കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ടല്ലോ. അവർ തമ്പിൻ ബ്രഷ് എടുക്കണം, അത് മാച്ച് ഉണ്ടോ നോക്കണം, ഒപ്പിട്ട് മേടിക്കണം. എന്തായാലും ഒരാൾക്ക് ഒരു 5 മിനിറ്റെങ്കിലും പോകും. ഒരു 50ഓളം പേരെങ്കിലും നമ്മൾ ആ ക്യൂവിൽ കണ്ടില്ലേ മോളെ? അപ്പോൾ എത്ര മണിക്കൂർ, 4 മണിക്കൂറൊക്കെ അവർ ക്യൂവിൽ നിൽക്കേണ്ടി വന്നിട്ടുണ്ടാവില്ല. ഈ മഴയുടെയും കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെയും സമയത്ത് എത്ര നേരമാണ് ഈ വയ്യാത്ത ആൾക്കാർക്ക് ഇത് പെൻഷൻ കിട്ടുവാൻ വേണ്ടി അവർ നിന്നിട്ടുണ്ടാവുക. ഇത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഒരു ബലഹീനതയെ മുതലെടുക്കുന്ന രീതിയല്ലേ? കാരണം ജനങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു കാര്യം, അല്ലെങ്കിൽ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നുണ്ട് പോണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകും. കാരണം 3000 രൂപ, ഇപ്പം 3000 രൂപയായിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് അവർ കൊടുത്തതെന്ന് നമുക്ക് വീഡിയോയിൽ നിന്ന് കൃത്യമായി മനസ്സിലാവുന്നില്ല. എന്തായാലും 2000 രൂപയായിരുന്നു കിട്ടിയിരുന്നത്. ആ 2000 രൂപയ്ക്ക് വേണ്ടി വേഴാമ്പലിനെ പോലെ കാത്തിരിക്കുന്ന എത്ര പേരെ എനിക്കറിയാം. ഇന്നലെയും കൂടെ ഒരു ചേച്ചി പറയുന്നുണ്ടായിരുന്നു, ഇപ്പോൾ വലിയ കുഴപ്പമില്ല, എനിക്കും കിട്ടും, ഹസ്ബൻഡിനും കിട്ടും, ഭർത്താവിനും കിട്ടും 2000 രൂപ വെച്ച്, മരുന്നിനെങ്കിലും മക്കളെ ആശ്രയിക്കേണ്ടല്ലോ. എന്നാൽ ചേച്ചി വന്നപ്പോൾ ഞാൻ ശരിയാണല്ലോ, 4000 രൂപ എന്ന് പറയുകയാണെങ്കിൽ ഒരാളുടെ മരുന്നിനുള്ള, പിന്നെ ജനൌഷധിയിലൊക്കെ, കേന്ദ്ര സർക്കാരിൻ്റെ ജനൌഷധിയിലൊക്കെ പോവുകയാണെങ്കിൽ സാധാരണ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് 4000 രൂപയ്ക്ക് കിട്ടുന്ന മരുന്നുകൾ 2000 രൂപയ്ക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഒരുവിധം മരുന്നിനൊക്കെ മക്കളുടെ മുമ്പിൽ, അല്ലെങ്കിൽ മക്കൾക്ക് വലിയ ജോലി ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ സ്വന്തം വളരെ വളരെ അത്യാവശ്യത്തിന് വേണ്ടി അവർ കാത്തിരിക്കുന്ന ഒരു തുകയാണ് ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത്. അത് കിട്ടുവാൻ വേണ്ടി ഇത്രയും നേരം ക്യൂവിൽ എവിടെ നിന്നൊക്കെ വന്ന ആൾക്കാരുണ്ടാവും. എല്ലാവരും തൊട്ടടുത്ത സ്ഥലത്ത് നിന്നായിരിക്കില്ലല്ലോ, ദൂരെ നിന്നൊക്കെ കേട്ടറിഞ്ഞ് വന്ന ആൾക്കാരുണ്ടാവും. കേട്ടറിഞ്ഞ് വന്ന് ക്യൂവിൽ നിന്ന് കഴിയുമ്പോഴേക്കും മനസ്സിലാവുന്നത് ഇന്ന ഏരിയയിലേക്കുള്ള സ്ഥലത്തേക്കുള്ള ആൾക്കാർക്കാണ് കൊടുക്കുന്നത്, അവർക്കുള്ളത് ഇവിടെയല്ല എന്ന് ചിലപ്പോൾ അപ്പോഴായിരിക്കും മനസ്സിലാവുന്നത്. 3-4 മണിക്കൂർ ക്യൂ നിന്ന് അടുത്ത് ചെല്ലുമ്പോഴായിരിക്കും മനസ്സിലാവുന്നത്. ദൂരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാവുന്ന ഒരു കാര്യമാണ് ഇന്നലെ മലപ്പുറത്ത് നടന്നത് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ചും മലപ്പുറം പോലെയുള്ള ജില്ലയിൽ അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ ഒരു മുസ്ലിം ലീഗിൻ്റെ എം എൽ എമാരുള്ളതും. അപ്പോൾ അവർ കുറേയും കൂടെ കരുണാമയന്മാരാണെന്നാണ് പുറത്ത് നമ്മൾ കേൾക്കുന്നത്. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞാൻ വളരെ ഭവ്യതയോടെ പറയുന്നത്, ക്ഷേമ പെൻഷൻ എന്ന് പറയുന്ന അവർക്ക് ക്ഷേമത്തിന് വേണ്ടി, അത്രയും വയ്യാത്ത ആൾക്കാർക്ക് ഒരു ക്ഷേമം ഉണ്ടാക്കാൻ വേണ്ടി കൊടുക്കുന്ന പെൻഷനാണ്. ഇതിൽ ഇങ്ങനെയുള്ള ക്രൂരതകൾ കാണിക്കരുത്, അല്ലേ? ഇത് ശരിക്കും ക്രൂരതയാണ്. അവരെ പിടിച്ച് കൊണ്ടുവന്ന് നിർത്തി ചായക്ക് വെള്ളം, അല്ലേ? ഇങ്ങനെ നിൽക്കുമ്പോഴേ അവർക്ക് ബാത്റൂമിന്, പ്രത്യേകിച്ചും പ്രായമാകുമ്പോൾ കുറച്ച് മുട്ടിന് ടോയ്ലറ്റിലൊക്കെ പോകുന്നത് തോന്നും. നമ്മൾ ധാരാളം പ്രായമായവരെ കാണുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ പറയുകയാണ്, മുട്ടിന് നമ്മൾക്ക് ഇപ്പോൾ പോയില്ലേ ഉള്ളൂ എന്ന് വിചാരിക്കും. പക്ഷെ അവർക്കൊരു 15-20 മിനിറ്റിൽ ബാത്റൂമിലൊക്കെ പോകണം, നിൽക്കുകയാണ്, ക്യൂവിൽ അവർ നിൽക്കുകയാണ്. എന്നിട്ട് വീഡിയോ എടുക്കുന്ന ആളുടെ മേത്തേക്കും മെക്കിട്ട് കയറാനായിട്ട് വരുന്നതായിട്ടും നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഈ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുന്ന വകുപ്പ് മന്ത്രിയോടും നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. തീർച്ചയായിട്ടും ഇന്നലെ രാത്രി തന്നെ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. അത് ഒഴിവാക്കണം. ജനങ്ങൾക്ക് എല്ലാ സ്ഥലത്തും, ഈ 14 ജില്ലകളിലും എവിടെയാണ് അവർ താമസിക്കുന്നത് എന്ന് വെച്ചാൽ അവിടെ കൊണ്ടുപോയി കൊടുക്കാനുള്ളൊരു സംവിധാനം തീർച്ചയായിട്ടും ഉറപ്പാക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വോട്ട് ചെയ്ത് നിങ്ങളെ ജയിപ്പിച്ച ജനങ്ങൾ ക്ഷേമമായിട്ടിരിക്കുന്നു എന്നുള്ളൊരു കാര്യം ഉറപ്പാക്കുവാനുള്ളൊരു ബാധ്യത കൂടെ നിങ്ങൾക്കുണ്ട്. നിങ്ങൾ സെയിം തന്നെ CPM ചെയ്ത സെയിം കാര്യം തന്നെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളോ നമ്മൾ എന്താ വ്യത്യാസം? തീർച്ചയായും ഒരു ഔദാര്യമായി ഒക്കെ ക്ഷേമ പെൻഷനെ കണക്കാക്കുന്ന രീതി, നമ്മുടെ മുമ്പിൽ ഒരാൾ വന്ന് കൈ നീട്ടിക്കൊണ്ട് നിൽക്കുകയാണ്, അവകാശപ്പെട്ട ഞാൻ ചക്രവർത്തി, ദേവാ കരുണയോടെ എനിക്ക് തരൂ. അല്ല, ഈ ഒരു സിസ്റ്റം ഒഴിവാക്കാൻ വേണ്ടി തന്നെയാണെന്ന് തോന്നുന്നു ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കൊണ്ടെത്തിക്കുക. കേന്ദ്ര സർക്കാരിന്റെ എല്ലാം ബാങ്ക് അക്കൗണ്ടിലേക്കാണ് വരുന്നത്. അങ്ങനെയില്ലെങ്കിൽ പഴയ മണി ഓർഡർ സിസ്റ്റം ആക്കൂ. പോസ്റ്റ്മാൻമാർക്കൊന്നും വലിയ ജോലി ഇല്ലാണ്ടിരിക്കാൻ, ആരും എഴുത്തുകൾ അയക്കുന്നില്ല, ആകെ സ്പീഡ് പോസ്റ്റും രജിസ്റ്റേർഡ് പോസ്റ്റും മാത്രമേ പോകുന്നുള്ളൂ. അവർക്കും സന്തോഷം. പണ്ട് അമ്മൂമ്മമാരൊക്കെ കാത്തിരിക്കുമായിരുന്നു പോസ്റ്റ്മാൻ വരാൻ വേണ്ടി, കുറച്ചു നേരം സംസാരിക്കും. അങ്ങനെ ഒരു കാലാവസ്ഥയിലേക്ക് തിരിച്ചു പോകട്ടെ, ജനങ്ങളെ ചേർത്ത് പിടിക്കട്ടെ. പോസ്റ്റ്മാൻമാർക്കും തങ്ങളൊരു വലിയ ആളാണെന്ന് തോന്നുമല്ലോ, ഞങ്ങളിൽ കൂടിയാണ് പോകുന്നു. ഇപ്പോഴെന്താ കാണുന്നത്? ഈ നേതാക്കന്മാരുടെ മുമ്പിൽ പോയി നിന്ന് കൈ നീട്ടി നിന്ന് തരൂ സാറേ മാഡം എന്നൊക്കെ വിളിച്ച് അവരൊക്കെ ഒരു വലിയ ആളാണെന്ന് തോന്നുന്നു. പക്ഷേ ഈ കൊടുക്കുന്ന പൈസ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവരുന്നതല്ല. അവിടെ കൈനീട്ടി നിൽക്കുന്ന ആൾ വരെ കൊടുക്കുന്ന ടാക്സ് പൈസയാണ്. അവരൊരു പേസ്റ്റ് മേടിക്കുന്നു, അല്ലെങ്കിൽ ഒരു ബ്രഷ് മേടിക്കുന്നു, ഒരു ചീപ്പ് മേടിക്കുന്നു, തോർത്തുമുണ്ട് മേടിക്കുന്നു, അതിനൊക്കെ ടാക്സ് ഉണ്ട്. അവരിപ്പോൾ നിങ്ങൾ വിചാരിക്കും ക്ഷേമ പെൻഷൻ കൊടുക്കുന്നവരൊന്നും ടാക്സ് പേയേഴ്സ് അല്ല എന്ന്. ബട്ട് ഫോർ എവറിത്തിങ്
ഈവൻ വീട്ടിൽ ലൈറ്റ് ഇട്ടാലും നമ്മൾ ടാക്സ് കൊടുക്കുന്നുണ്ട്, നമ്മളുടെ എന്താണ് കുടിവെള്ളത്തിന് ടാക്സ് കൊടുക്കുന്നുണ്ട്. എല്ലാവരും ജനിച്ചു വീഴുന്ന കുട്ടി വരെ ടാക്സ് കൊടുത്തിട്ടാണ് ജീവിക്കുന്നത്. ആ സാഹചര്യത്തിൽ അവർക്ക് അർഹതപ്പെട്ട കാര്യം തിരിച്ചു കിട്ടുവാനായിട്ട് ഒരാളുടെ മുന്നിൽ പോയി നിന്ന് കൂപ്പുകൈകളോടെ സാറേ എന്ന് വിളിക്കേണ്ട കാര്യമില്ല. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ മീറ്റിങ്ങുകളിൽ പങ്കെടുത്തിട്ടുള്ളൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് പറയുകയാണ്, ഞങ്ങൾ പോകുന്ന മീറ്റിങ്ങിലൊക്കെ മന്ത്രിമാരാവട്ടെ ഉദ്യോഗസ്ഥരാവട്ടെ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് അവകാശപ്പെട്ട കാര്യങ്ങൾ ചോദിച്ച് വാങ്ങിക്കണം, അത് ഔദാര്യമല്ല. നിങ്ങളുടെ പൈസയാണ് കാരണം ഉണ്ടാക്കി തരുന്നത്, അത് ഒരു ഔദാര്യമായി കാണിക്കേണ്ട. ഔദാര്യമാണെങ്കിലോ എനിക്ക് ഇത്ര ആവശ്യമില്ല മറ്റേ ആൾക്ക് കൊടുക്കൂ. അവകാശപ്പെട്ട കാര്യമാണ് ക്ഷേമ പെൻഷൻ. അതിന് ഇത്രയൊന്നും ഡ്രാമയുടെ ആവശ്യമില്ല, ഇത്രയൊന്നും ദുരിതമുണ്ടാക്കേണ്ട ആവശ്യമില്ല. അവർ ഡിഗ്നിറ്റിയോട് ജീവിക്കട്ടെ, അവരുടെ വീടുകളിലേക്ക് കൊണ്ടു കൊടുക്കട്ടെ. ഒരു 2 മിനിറ്റ് കൊണ്ടുപോകുന്ന ഉദ്യോഗസ്ഥൻ കാത്തു നിന്നാലും അത് പ്രശ്നമില്ല. അവർക്കൊരു ആത്മാഭിമാനത്തോട് സെൽഫ് റെസ്പെക്റ്റോടുകൂടി അവർ ആ തുക ഏറ്റുവാങ്ങട്ടെ. ജീവിത സായാഹ്നത്തിലാണ് എല്ലാവരും തന്നെ അല്ലേ. അവർക്കൊരു ആത്മാഭിമാനത്തോടെ അവർ ജീവിക്കട്ടെ. അത് വിചാരിച്ചാൽ ഈ പ്രശ്നമൊന്നുമില്ല. ഇനി ഇത് അവസാനത്തെ ആയിക്കട്ടെ, കേരളത്തിൽ ഇനി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കണം. അങ്ങനെ നടക്കുവാണെങ്കിൽ തക്കതായ തരത്തിൽ ജനങ്ങൾ റിറ്റാലിയേറ്റ് ചെയ്യണം. അതാണ് പറയാനുള്ളത്. തീർച്ചയായും മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ശ്രദ്ധയിലേക്ക് ഈ ഒരു വാർത്ത എത്തുമെന്നും അദ്ദേഹം എത്തിയിട്ടുണ്ടാകും, ഓൾറെഡി എത്തിയിട്ടുണ്ടാകും. അദ്ദേഹം ഇതിനെതിരെ എന്തായാലും നടപടി സ്വീകരിക്കുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. തീർച്ചയായിട്ടും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിവുപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N C4N മലയാളം. കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ N നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.